കൊള്ളാം. എനിക്കും കൂടി അവകാശപ്പെട്ട സ്വത്ത തൊഴിലാളികൾക്ക് വാരിക്കോരി കൊടുക്കാൻ പോകുന്ന 10,000-10,000 ആയിരുന്നെങ്കിൽ ശരി. ഇതിപ്പോ 50,000 വെച്ച് 1,500ഓളം ജോലിക്കാർക്ക്. പറ്റില്ല പറ്റില്ല. എന്ത് വില കൊടുത്തു ഇത് തടഞ്ഞേ പറ്റൂ. എന്താ ഇപ്പൊ ഒരു വഴി? ആന്റി ആന്റി എന്താ പിറുപിറുത്തോണ്ട് ആലോചിക്കുന്നേ? കോഴിമുട്ട പുഴുങ്ങാൻ വെള്ളം തിളപ്പിക്കണോ അതോ വെറുതെ വെച്ചാ മതിയോ എന്ന് ആലോചിച്ചതാ. ഒന്ന് പോടി എന്റെ മുന്നിന്ന്. കഷ്ടം. അല്ല, കോഴിമുട്ട ഇപ്പോ പുട്ടിക്കുടത്തിലിട്ട് പുഴുങ്ങുന്നല്ലേ നല്ലത്? അല്ലെങ്കിൽ ഉരുളിയില് പച്ച വെളിച്ചെണ്ണ മുട്ടയിൽ തേച്ച് വെച്ച് എന്ത് പറ്റി പെട്ടെന്ന് തമ്പുരാട്ടിയുടെ മുഖത്തൊരു ഭയം? ഓ, എന്നെ മുന്നിൽ കണ്ടിട്ടാവുമല്ലേ? എന്നാലേ എപ്പോ എന്നെ മുന്നിൽ കണ്ടാലും നീ ഭയക്കണം. ഭയന്നേ പറ്റൂ. ഇന്നലെ പുതിനാറ്റിയുമായിട്ട് നീ ആനന്ദിന്റെ മുറിയിൽ ശൃംഗരിക്കാൻ പോയ കഥയൊന്നും ഞാൻ മറന്നിട്ടില്ല. ഓ, അതൊക്കെ എന്ത് അല്ലേ? തൃച്ചംബരത്തെ പരമ്പരാഗതമാല അഖിലാണ്ടേശ്വരി വീണ്ടും കഴുത്തിൽ ചാർത്തി തന്നല്ലോ. ഇനി ഏത് പകൽ വെട്ടത്തും എന്തുമാകാമെന്ന ധൈര്യം. മാഡം, എന്തിനാ എന്നെ ഇങ്ങനെ? നിർത്തടി. നീ ഒരു പീറ കടലാസിൽ എന്തൊക്കെയോ കുറിച്ച് ഈ മാലയെ ഊരി എറിഞ്ഞിട്ട് നേരെ പോയത് ആരെ തേടിയാണെന്നും എങ്ങോട്ടാണെന്നും തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിലും ഈ വിലാസിനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ദേ, നിന്റെ വേഷം കെട്ടലൊക്കെ അഖിലാണ്ടേശ്വരിയോട് മാത്രം മതി. ഈ എന്നോട് വേണ്ട. നീയും ആനന്ദിനോടൊപ്പം മുംബൈയിൽ നിന്നും വരുന്നു എന്നറിഞ്ഞിട്ട് നിന്നെ എയർപോർട്ടിൽ വെച്ച് കയ്യോടെ പിടിച്ചു കൊടുക്കാനാ ഞാൻ അഖിലാണ്ടേശ്വരിയും കൊണ്ട് എയർപോർട്ടിൽ വന്നത്. എന്നാ അവിടെ നിന്നും ആനന്ദ് നിന്നെ സമർത്ഥമായിട്ട് രക്ഷപ്പെടുത്തി. പക്ഷെ എന്നും എപ്പോഴും അത് സാധിക്കുമെന്ന് നീ കരുതരുത്. നടക്കില്ലത്. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നു, നീ അതിന് പുല്ല് വില പോലും തരാതെ പോവാൻ നോക്കുന്നോ? ആ, മനസ്സിലായി. ഈ പരമ്പരാഗത മാല കഴുത്തി കിടക്കുന്നതിന്റെ അഹങ്കാരം ആയിരിക്കും ഇപ്പോഴും. എന്നാലേ ഇനിയും നിന്നെ ഇങ്ങനെ അഹങ്കരിക്കാൻ വിടില്ല ഞാൻ. ഊരടി ഈ മാല. ഊരാൻ. ഇല്ല, അഖിലാമ്മയുടെ എന്റെ കഴുത്തിൽ ഇട്ട് തന്നതാ. ഇത് ഊരില്ല ഞാൻ. മാഡം ഉപദ്രവിക്കരുത്. ഓ, അത് ശരി. അപ്പൊ എന്നോട് എതിർക്കാനുള്ള ധൈര്യമൊക്കെ ആയല്ലേ? എന്റെ സ്വഭാവം മാറ്റാതെ മാല ഊരടി. എടി, ഇങ്ങോട്ട് ഊരി തരാൻ. ഇല്ല മാഡം, എന്റെ ജീവൻ പോയാലേ ശരി, ഈ മാല ഞാൻ ഊരില്ല. എന്നെ നിർബന്ധിക്കരുത്. നിർബന്ധിക്കും. നിന്റെ ജീവൻ പോകുന്നതും പോകാത്തതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. കളിക്കാതെ മാല ഊരടി. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പറഞ്ഞത് മനസ്സിലാവില്ല. പിടിക്കുന്നു.
ഇളയമ നിർത്ത, നിർത്താൻ. കഴുത്തിന്ന് കൈയെടുക്ക. എടുക്കാൻ പറഞ്ഞില്ലേ? ഇളയമയുടെ ഭ്രാന്ത് തീർന്നില്ല ഇതുവരെ. ഏത് നേരവും കല്യാണിയുടെ മേലെ കുതിര കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇളയമ്മയ്ക്കല്ലടാ ഭ്രാന്ത്, ഭ്രാന്ത് മറ്റു ചിലർക്കാ. അല്ലെങ്കിൽ ഈ വീട്ടിൽ ഒരുപാട് ജോലിക്കാരുണ്ടല്ലോ, അവരുടെ ഒന്നും മേലെ ഞാൻ കുതിര കയറാൻ പോകുന്നില്ലല്ലോ. അത് ചിന്തിക്കാത്ത എന്താ നീ? അപ്പോ നിനക്ക് എന്നെ എങ്ങനെയെങ്കിലും കോർണർ ചെയ്യണം. കാരണം നിനക്ക് നിന്റെ ഇളയമ്മയെക്കാളും വലുത് ഈ അടുക്കളക്കാരിയാണല്ലോ. സോറി, കല്യാണി അങ്ങനെ അടുക്കളക്കാരി എന്ന് പറഞ്ഞ് തറ ലെവലിൽ താഴ്ത്തരുത്. പണ്ടവളതായിരുന്നു, പക്ഷെ ഇപ്പൊ അവളതല്ല. വലിയൊരു പണക്കാരി കൂടിയാ. കല്യാണിയുടെ ഇപ്പോഴത്തെ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് അറിയാമോ ഇളയമ്മയ്ക്ക്? കോടീശ്വരി അവളിപ്പോ, കോടീശ്വരി. അയ്യോ, എങ്ങനെ കോടീശ്വരിയോ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ശവക്കോടി വാങ്ങിച്ച് ട്രങ്ക് പെട്ടിയിൽ വെച്ചിരിക്കുന്ന കോടീശ്വരി ആയിരിക്കും. വെറുതെ ഓരോ കഥകൾ ഉണ്ടാക്കാൻ നോക്കല്ലേ. കഥയല്ല, കാര്യം. പക്ഷേ ഈ യാഥാർത്ഥ്യം ഇന്ന് വരെ കല്യാണിക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ തന്നെ വിശദീകരിച്ച് പറഞ്ഞുതരാം. കല്യാണിക്ക് സിംഗപ്പൂരിൽ നിന്ന് കിട്ടിയ അവാർഡിന്റെ തുക 50 ലക്ഷം. പിന്നെ കല്യാണിയുടെ മാസാമാസമുള്ള ബ്രാൻഡ് അംബാസിഡറിന്റെ ശമ്പളവും കൂടി ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോ കല്യാണിക്ക് ഇന്ന് കോടികളുടെ ആസ്തിയാ. കോടീശ്വരി എന്ന് തന്നെ വിളിക്കാം നമുക്ക്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇവൾ ഇനി ഏത് കോത്താഴത്തെ കോടീശ്വരിയാണെന്ന് പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇവൾ എന്നും ഈ വീട്ടിലെ വെറും അടുക്കളക്കാരി മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവളുടെ കഴുത്തിലെ തൃച്ചംബരത്തെ പരമ്പരാഗത മാല കിടക്കാൻ പാടില്ല. ഊരാൻ പറ ഇവളോട്, പറ ഊരാൻ. പറയില്ല. ഇത് അമ്മ കല്യാണിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാ. കൊടുത്തതല്ല, കൊടുപ്പിച്ചതാ. അഖിലേച്ചി ഒരിക്കലും തൃച്ചംബരത്തെ ഒരു പരമ്പരാഗത ആഭരണങ്ങളും മറ്റൊരാൾക്ക് കൊടുക്കാറില്ല. ഇത് നീ തന്ത്രപൂർവം കളിച്ച് ചേച്ചിയെ കൊണ്ട് കൊടുപ്പിച്ചതാ. പക്ഷെ നീ ഒന്നോർത്തോ, ഒരുപാട് തന്ത്രം നടത്തി നീ അഖിലേച്ചിയെ കൊണ്ട് ഇവളുടെ കഴുത്തിൽ അണിയിപ്പിച്ചു കൊടുത്ത ഈ മാല എന്റെ തന്ത്രം പ്രയോഗിച്ച് 3 ദിവസത്തിനുള്ളിൽ അഖിലാണ്ടേശ്വരിയെ കൊണ്ട് തന്നെ ഞാൻ തിരികെ ഊരി വാങ്ങിപ്പിച്ചിരിക്കും. ഇത് വിലാസിനിയുടെ തീരുമാനമാണ്. വെല്ലുവിളിക്കുന്നു നിന്നെ ഞാൻ. കൊള്ളാം, വെരി ഗുഡ്. ഈ ചലഞ്ച് ഏറ്റെടുക്കേണ്ടത് ഞാനല്ല, ഇവളാ. നോക്ക് കല്യാണി, ഇത് അമ്മ നിനക്ക് സന്തോഷപൂർവ്വം തന്ന ചെയിന. ഇത് തിരികെ വാങ്ങിയിരിക്കുന്ന ഇളയമ്മ വെല്ലുവിളിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞ ഇളയമ്മ ഇപ്പൊ വെല്ലുവിളിച്ചിരിക്കുന്നത് എന്നെയോ നിന്നെയോ അല്ല. ഈ ചെയിൻ നിന്റെ കഴുത്തിൽ അണിയിച്ചു തന്ന അമ്മയാ, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയെ. അതുകൊണ്ട് ഇപ്പൊ ഇതിന് മറുപടി പറയാനുള്ള ഞാനല്ല, നീയാ. നിനക്ക് മറുപടി പറഞ്ഞ ചലഞ്ച് ഏറ്റെടുക്കാം. എന്തിനാ കല്യാണി മടിക്കുന്നത്? ധൈര്യമായിട്ട് വെല്ലുവിളി ഏറ്റെടുക്ക്. ഞാനല്ലേ പറയുന്നത്. ഇത് അഖില മാഡം ഒരു കാരണവശാലും ഊരരുതെന്ന് പറഞ്ഞ് എന്റെ കഴുത്തിലിട്ട് തന്ന മാലയാണ്. എനിക്ക് ആ വാക്ക് പാലിച്ചേ പറ്റൂ. 3 ദിവസമല്ല, 30 ദിവസം തരാം. പറ്റുമെങ്കിൽ എന്റെ കഴുത്തിൽ നിന്ന് ഊരിച്ച് കാണിക്കേ. തൃച്ചംബരത്തെ അഖില മാഡത്തിന് വേണ്ടി ഡ്രൈവർ ദാസിന്റെ മകൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. തൃച്ചംബരത്ത് വിലാസിനിയെ തോൽപ്പിക്കാൻ.
കാണാം നമുക്ക്. ഏയ്, കല്യാണിയുടെ അവസാനത്തെ ഡയലോഗ് നല്ല പഞ്ചായിരുന്നു അല്ലെ? എനിക്കിഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ തമ്മിൽ കാണണം. കാണും, കാണിക്കും ഞാൻ. അപ്പൊ കാണാം നമുക്ക്. കൊള്ളാം, നല്ല ആളാ. വല്യുഞ്ഞ് ബാഗ് എടുക്കാൻ മറന്നു. ഞാനത് മറന്നതാണെന്ന് എന്റെ കെട്ടിയോളോട് ആരാ പറഞ്ഞത്? മറന്നല്ല, നിനക്ക് നിന്റെ ഡ്യൂട്ടി ചെയ്യാനൊരു അവസരം തന്നല്ലേ. നോക്ക്, ഭർത്താവ് ജോലിക്കിറങ്ങുമ്പോ ഭാര്യ വേണം ബാഗൊക്കെ മറക്കാതെ എടുത്തു തന്ന് നിറഞ്ഞ പുഞ്ചിരിയോടെ യാത്രയാക്കാൻ. നീ അത് ചെയ്യാൻ വേണ്ടി തന്നെയാ ഞാൻ ബാഗ് മറന്നു വെച്ചത്. മനസ്സിലായോ? ഇപ്പൊ വല്യുഞ്ഞ് അവിടുന്ന് വെറുതെ കളിയാക്കാതെ. ഏയ് നോ, പോയെന്നല്ല, പോയിട്ട് വാ എന്ന് വേണം പറയാൻ. പറഞ്ഞേ കേക്കട്ടെ. ശരി, പോയിട്ട് വന്നാട്ടെ. താങ്ക്സ്. അല്ല, ബാഗ് തന്നില്ല. അയ്യോ, ഞാനതങ്ങ് മറന്നു. ദാ ബാഗ്. അയ്യോ, നിന്റെ തോളിലെന്ത് പറ്റി? എവിടെ? ദാ അവിടെ. പോട്ടെ. എനിക്കും എന്റെ മക്കൾക്കും കൂടി അനുഭവിക്കാനുള്ള കോടികളാ ഈ ദാനം കൊടുക്കാൻ പോകുന്നത്. അതും എന്റെ കൺമുന്നിൽ തന്നെ ഇതൊക്കെ നടക്കുമ്പോ വായും പൊത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയാ. വിലാസിന്റെ ആന്റി ആണല്ലോ. എന്തെങ്കിലും കാര്യമില്ലാതെ വിളിക്കാറില്ല. നോക്കിക്കളയാൻ എന്താണ്? ഹലോ ആന്റി, നമസ്കാരം. ഹാ പ്രിയങ്കേ, സുഖാണോ നിനക്കവിടെ? സുഖം. ആന്റിക്കോ? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന എനിക്ക് എന്തു സുഖം. എന്നാണ് എനിക്കൊരു മോചനം കിട്ടുന്നതെന്ന് എനിക്ക് തന്നെ അറിയാനാവാത്ത അവസ്ഥയാ. അയ്യോ ആന്റി, ഇങ്ങനെ നിരാശപ്പെടാതെ. തൃച്ചംബരത്തെ രണ്ടാമത്തെ മരുമകളാണ് ആന്റി. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ അതേ അധികാരവും അവകാശവും ഉള്ളവൾ. അങ്ങനെയുള്ള ആന്റി എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? ആരുടെ മുന്നിലും ആന്റിയുടെ വ്യക്തിത്വം അടിയറവ് വെക്കരുത്. ജീവിതം നൽകുന്ന തിരിച്ചടികൾ തിരിച്ചറിവിന്റേതാവണം. അത് മനസ്സിലാക്കി ആന്റിയുടെ അധികാരങ്ങളും അവകാശങ്ങളും പിടിച്ചു വാങ്ങണം. അതിന് കൊല്ലേണ്ടി വന്നാ കൊല്ലണം. അതാ എന്റെ പോളിസി. കൊള്ളാം, നീ പറയുന്നതൊക്കെ കാതുകൾക്ക് ഇമ്പമുള്ള വാർത്തയാ. പക്ഷേ തൃച്ചംബരത്ത് മൂത്ത മരുമകളായി വന്നു കേറുന്നവർക്കേ അധികാരത്തിന്റെ ചെങ്കോലും കിരീടവും കിട്ടും.
അതാണ് ആചാരക്രമം. നിനക്കറിയാത്തതല്ലോ. അറിയാം. പക്ഷെ ആന്റി വേണം കാലഹരണപ്പെട്ട ഈ നാട്ടാചാരങ്ങളെ തിരുത്തി എഴുതിക്കാൻ. കൊള്ളാം, നടന്നത് തന്നെ. അല്ല, നീ അറിഞ്ഞില്ലേ? തൃച്ചംബരത്തെ പരമ്പരാഗത ചെയിൻ ഇപ്പൊ അടുക്കളക്കാരി കല്യാണിയുടെ കഴുത്തില. ആ ആചാര ലംഘനം അഖിലാണ്ടേശ്വരിയെ കൊണ്ട് തന്ത്രപൂർവ്വം ചെയ്യിച്ചത് ആനന്ദ് കൃഷ്ണനും. അത് കൊള്ളാം. അപ്പോ ആന്റിയോ അത് നോക്കി വായടച്ച് നിന്നു അല്ലേ? അല്ല, അത് അവളുടെ കഴുത്തിൽ നിന്ന് ഊരി മാറ്റിച്ചിരിക്കുമെന്ന് ഞാൻ വെല്ലുവിളിച്ചപ്പോ തിരിച്ച് എച്ചിൽ പാത്രം കഴുകുന്ന ആ വൃത്തികെട്ടവളെ കൊണ്ട് വെല്ലുവിളി ഏറ്റെടുപ്പിച്ചിരിക്കുന്നു തൃച്ചംബരത്തെ ആ സത്പുത്രൻ. അങ്ങനെ ഇരിക്കുമ്പോഴാ നീ ഇപ്പൊ അധികാരവും അവകാശവും വിട്ടുകൊടുക്കരുതെന്ന് പറയുന്നത്. നല്ല വിരോധാഭാസം തന്നെ. ഓഹോ, അപ്പോ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങള്? അതെ, അത് മാത്രമല്ല, ഇപ്പൊ പുതിയൊരു പ്രശ്നവും കൂടി ഉണ്ടായിട്ടുണ്ട് എന്റെ ഉറക്കം കെടുത്താനായിട്ട്. അതെന്താ ആന്റി പുതിയൊരു പ്രശ്നം? അത് മനസ്സിലായില്ല. ഓ അതോ, അത് വലിയൊരു ഔദാര്യം കാണിക്കലല്ലേ തൃച്ചംബരത്തുകാരുടെ ഷോ കാണിക്കല്. ഇക്കൊല്ലം പൂജ വെയ്പ്പിന് കമ്പനിയിലെ സ്റ്റാഫുകൾക്കെല്ലാം 50,000 രൂപ വെച്ച് സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. ശമ്പളവും അലവൻസുകളും സ്പെഷ്യൽ ഗിഫ്റ്റും എല്ലാം ചേർത്ത് ഏകദേശം 50 കോടി വരും ആകെ ചെലവ്. 50 കോടി രൂപയോ? ആ, 50 കോടി രൂപ. എനിക്കും എന്റെ മക്കൾക്കും കൂടി അനുഭവിക്കാനുള്ള കോടികൾ ഇങ്ങനെ എടുത്ത് കണക്കില്ലാതെ ദാനം ചെയ്യാൻ പോവാ. അത് ഓർക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഓ, ഐ സി. ഏതായാലും ആ കാര്യത്തിൽ ആന്റി വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഇക്കൊല്ലം തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി കൊടുക്കുന്ന സമ്മാനത്തുക തൊഴിലാളികൾക്ക് കയ്യിൽ കിട്ടില്ല. എന്താ അതുപോലെ? സത്യാണോ നീ പറയുന്നേ? അങ്ങനെ സംഭവിക്കോ? സംഭവിക്കും, അല്ലെങ്കിൽ സംഭവിപ്പിക്കാൻ നമുക്ക്. ഈ കാലം അത്രയും അഖിലാണ്ടേശ്വരിയെ പുകഴ്ത്തുന്ന തൊഴിലാളികൾ ഈ പ്രാവശ്യം അഖിലാണ്ടേശ്വരിയെ പഴി പറയും. അത് കേൾക്കാം ആന്റിക്ക് സ്വന്തം കാതുകൊണ്ട്. നോക്ക് പ്രിയങ്കെ, നീ എന്നെ സമാധാനപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതിനു വേണ്ടി നീ വെറുതെ കള്ളത്തിലൊന്നും പറയരുത്. അത് ഭയങ്കര ബോറാ. എന്നാലേ ആന്റിക്ക് തെറ്റി. നാഗമടത്ത് പ്രിയങ്ക വർമ്മ പാഴ്വാക്കുകൾ പറഞ്ഞ് സമാധാനപ്പെടുത്തുകയോ മുഖസ്തുതി പറഞ്ഞ് രക്ഷപ്പെടുകയോ ചെയ്യാറില്ല. അതിന് കഴിയില്ല എനിക്ക്. കാരണം ഈ സിരകളിൽ ഓടുന്നത് ക്ഷത്രിയ രക്തമാ. ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത ക്ഷത്രിയ രക്തം. ഏതായാലും ആന്റി ഒന്നു മാത്രം ഉറപ്പിച്ചു. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി കഴിഞ്ഞ 25 കൊല്ലങ്ങളായി സ്റ്റാഫുകൾക്ക് കൊടുത്തു വരുന്ന ഈ ഗിഫ്റ്റ് ഇക്കൊല്ലം കൊടുക്കില്ല. കൊടുക്കാൻ അനുവദിക്കില്ല ഞാൻ. ഇത് പ്രിയങ്കയുടെ വാക്കാ. നീ അത് ചെയ്യും, എനിക്കറിയാം. ഏതായാലും എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ. ഈ സ്വത്ത് ഒരു തരി പോലും നഷ്ടപ്പെടാതെ അവസാനം ഈ വിലാസിനിയുടെ പക്കൽ വന്ന് ചേരണം. ആരൊക്കെ തമ്മിലടിച്ച് ചത്താലും പ്രിയങ്ക അത് ചെയ്യും. ചെയ്യിപ്പിക്കും ഞാൻ. ചെയ്യിക്കില്ലേ ഈ വിലാസിനി? ഹേ മധുചന്ദ്രികെ, നീ വിരൽ തുമ്പിനാൽ നെഞ്ചിനുള്ളിലൊന്നു തൊട്ടുവോ? വാർ മണിത്തെന്നലെ നിൻ മൃദുമന്ത്രണം കാതിൽ വന്നൊരുമ്മ തന്നുവോ? 1000 താരമായോർമ്മയിൽ ആരൊരാൾ പിന്നെയും വന്നുവോ താനേ? ഹേ മധുചന്ദ്രികെ, നീ വിരൽ തുമ്പിനാൽ നെഞ്ചിനുള്ളിലൊന്നു തൊട്ടുവോ? ഹലോ കെട്ടിയോളെ, നീ എന്തിയാ ഇപ്പൊ അവിടെ? അത് പാചകത്തിനുള്ള പച്ചക്കറി അരിയ വലിയ. ഏയ് സത്യം പറ, പച്ചക്കറി അരിയാണോ അതോ സ്വപ്നം കണ്ടോണ്ട് നിൽക്കുകയാണോ അവിടെ?
കാണാനോ? എന്തൊക്കെയാ വലിയ നീ പറയണേ? ഞാനിവിടെ അടുക്കളയില്. ആ ശരി ശരി ശരി. അല്ല, ഞാൻ കരുതി നിനക്ക് ഞാൻ രാവിലെ തന്ന സമ്മാനമില്ലേ, അതിനെക്കുറിച്ച് ഓർത്ത് ആ കയ്യും നോക്കി നീ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കായിരിക്കുമെന്ന്. അല്ല, ഞാൻ പച്ചക്കറി നോക്കിയിരിക്കായിരുന്നു വലിയ. അയ്യടാ, പച്ചക്കറി നോക്കിയിരിക്കാൻ പച്ചക്കറി എന്താ മേക്കപ്പ് ഇട്ടോണ്ടിരിക്കുകയാണോ? വല്യൂഞ്ഞ് എങ്ങനെ അറിഞ്ഞു ഈ കാര്യം? ഇനി ഇവിടെങ്ങാനും വല്ല ക്യാമറ വെച്ചിട്ടുണ്ടോ എന്തോ? നീ എന്താ ഇപ്പൊ ആലോചിക്കുന്നെന്ന് എനിക്കറിയാം. ഞാൻ എങ്ങനെ ഇത് അറിഞ്ഞൂന്നല്ലേ? എന്റെ കല്യാണി, കണക്ക് നോക്കി ഇവിടെ ഇരിക്കുന്ന ഞാൻ രാവിലെ നിനക്ക് തന്ന സമ്മാനം ഓർക്കുകയാണെങ്കിൽ നീയിപ്പോ അത് തന്നെ എനിക്ക് ഓർക്കുന്നത്. അതെനിക്ക് മനസ്സിലാവും. ഇത് ഞാൻ ഊഹിച്ച് പറയുന്നല്ല കല്യാണി, ഇതാണ് പ്രണയം. ഇരുമെയ്യും ഒരു മനസ്സുമാണ് പ്രണയിക്കുന്നവർക്കെന്ന് കേട്ടിട്ടില്ല എന്റെ കെട്ടിയോള്? ഇങ്ങനെയൊക്കെയാണ് രണ്ട് മനുഷ്യർ ഒരു മനസ്സായിട്ട് മാറുന്നത്. മനസ്സിലായി വല്യൂഞ്ഞെ. ഞാൻ കരുതിയത് വല്യൂഞ്ഞ് ഇവിടെ ക്യാമറയും മറ്റും വെച്ചിട്ടുണ്ടെന്നാ. ക്യാമറ ഉണ്ട്, അത് പക്ഷേ ഫ്ലാഷ് മിന്നിച്ച് ക്ലിക്ക് ശബ്ദം കേൾക്കുന്ന ഒരു ഉപകരണമായിട്ടല്ല. പ്രണയിക്കുന്നവരുടെ ക്യാമറ അതവരുടെ മനസ്സാണ്. കല്യാണി,